നമ്മളൊരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ ആ കല്യാണ വീട്ടിൽ നമ്മളെ വിളിച്ച് നമ്മളെ അവിടെ ഇരുത്തുന്ന സമയത്ത് ഒരു അണ്ടാവ് നിറച്ച് ചോറും ഒരു ബക്കറ്റ് നിറച്ച് സാമ്പാറും കൊണ്ടുവച്ച് വിളമ്പി കഴിച്ചോളാൻ പറഞ്ഞാൽ നമ്മൾ വിളമ്പി കഴിക്കില്ല. അതിനൊരു ചിട്ടയുണ്ട്, ഒരു വട്ടമുണ്ട്. ആദ്യം ഇല വിളമ്പണം, കൂട്ടുകറി വിളമ്പണം, ചോറ് വിളമ്പണം, അങ്ങനെയാണ്. പാർലമെന്റിൽ ഒരു പ്രൊസീജിയർ ഉണ്ട് ജയസൂര്യൻ സാർ, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ കോടതിയിൽ ഞങ്ങൾ വക്കീലന്മാർ പ്രാക്ടീസ് ചെയ്യുമ്പം പ്രതികൾക്ക് സംസാരിക്കാൻ 313 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം അവസാന ഘട്ടത്തിൽ മാത്രമേ പറ്റൂ. അതാണ് എൻ്റെ നടപടി. അല്ലാതെ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന് പറയാൻ കഴിയില്ല. പാർലമെന്റിലും അത്തരം പ്രൊസീജിയർ ഉണ്ട്. ഇവിടെ നിങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ 10-17 ദിവസമായി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയും സഭയിൽ വന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അവസാന ദിവസം വന്നിട്ട് പറഞ്ഞിരിക്കുന്നു ഞാൻ എല്ലാ ചോദ്യത്തിനും വിശാലം ഉത്തരം പറയാം, 24 മണിക്കൂർ ഞാൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാനല്ല, അതല്ല പാർലമെന്ററി പ്രൊസീജിയർ. അത് നമുക്കറിയാമല്ലോ. ഒന്നുകിൽ ക്വസ്റ്റ്യൻ അവർ പറയണം, ക്വസ്റ്റ്യൻ അവർ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ അങ്ങേക്ക് അറിയാം, ഇവിടെ സന്തോഷ് സാറിനും അറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻ അവർ തീരുമാനിക്കപ്പെട്ടിരുന്നോ, ചോദ്യങ്ങൾ എഴുതി നൽകിയിരുന്നോ, അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നോ? ഇനി അതല്ലെങ്കിൽ 193 പ്രകാരമുള്ള ഹർസ്വ ചർച്ച അല്ലെങ്കിൽ ഷോർട്ട് ഡിസ്കഷനിലേക്ക് ആരെങ്കിലും നോട്ടീസ് കൊടുത്തിരുന്നോ? ഇനി അതും വേണ്ട, 197 പ്രകാരമുള്ള ഏതെങ്കിലും കോളിംഗ് അറ്റൻഷനിലേക്ക്. അങ്ങനെ പാർലമെന്റിന്റെ ഏതെങ്കിലും പ്രൊസീജിയർ വഴിയാണോ നിങ്ങളെ ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ സംസാരിക്കാമെന്നും രാജ്യസഭയിൽ സംസാരിക്കാമെന്നും പറഞ്ഞത് എന്ന് പറയണം. അല്ലാതെ എനിക്ക് എൻ്റെ ലെക്ചർ മൊത്തം നിങ്ങൾ കേട്ടോളൂ എന്നല്ല. അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എംപിമാർക്ക് ചോദ്യങ്ങൾ പ്രോപ്പർ വേയിലൂടെ ചോദിച്ച് അത് ലോക്സഭയുടെ രേഖകളിൽ ഉൾപ്പെടുത്തി ആ ചോദ്യത്തിന് ഉത്തരം നൽകുക എന്ന് പറയുന്ന കീഴ്വഴക്കമാണ് പാർലമെന്റിലുള്ളത്. ആ പാർലമെന്റ് നടപടിയിലൂടെയാണ് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി മറുപടി പറയാൻ തയ്യാറായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു നിലപാടെടുത്തത്. ഇനി ഒരു കാര്യം ഞാൻ പറയുന്നത് രാഷ്ട്രീയം പറയാം. ഇപ്പോൾ നിങ്ങൾ പറയുന്നല്ലോ പ്രതിപക്ഷം ഒളിച്ചോടി എന്ന് പറയുന്നു. പക്ഷേ ഇതിലൊരു ബ്യൂട്ടിഫുൾ രാഷ്ട്രീയം കൂടെ ഉണ്ട് ശ്രീമതി നിഷ. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ ഒരു നിരീക്ഷണമാണ്, തെറ്റാണെങ്കിൽ അതിനെ ആ തരത്തിലെടുക്കാം. അതായത് ഇവർ ഉത്തരം പറഞ്ഞില്ല, പക്ഷേ നമ്മുടെ നാടിൻ്റെ പൊതുനിരത്തിൽ പൊതുമധ്യത്തിൽ ചാനൽ ചർച്ചകളിൽ ഈ ചോദ്യം ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കും. ഈ വിദ്യാർത്ഥികളെ ഈ പെല്ലറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോയത് ആരാണ്? ഈ കാലാവധി കഴിഞ്ഞ കണ്ണീർ വാതക ഷെല്ല് ഉപയോഗിച്ചത് ആരാണ്? ആരാണ് ഇന്ത്യയുടെ വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ, അവരെ അടിച്ച് പൊട്ടിക്കാൻ അനുമതി കൊടുത്തത് ആരാണെന്നുള്ള ചോദ്യം ഈ ലോക്സഭാ സെഷൻ കഴിഞ്ഞാലും ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ ഇന്ത്യയുടെ പൊതുമധ്യത്തിൽ ചാനൽ ഡിസ്കഷനുകളിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ രാഷ്ട്രീയത്തിലേക്കാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തെ വെട്ടിലാക്കിയത് എന്നാണ് എനിക്ക് രാഷ്ട്രീയമായ വിഷയത്തെ കാണാനുള്ളത്. ശ്രീമതി നിഷ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ വരുന്നു. പക്ഷേ പാർലമെന്റിൽ ഇത്തരത്തിൽ ചർച്ചകളല്ല, അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും വളരെ ബ്യൂട്ടിഫുള്ളായ അക്കാഡമിക് ഡിസ്കഷനിലേക്ക് പോകണമെന്നാണ് ഒരു സാധാരണ മനുഷ്യരെ ഞാൻ നോക്കി കാണുന്നതും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.